ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ജിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുവാനായിട്ടാണ്. നമുക്കറിയാം CACB എക്സാമിന് 110 സെക്ഷൻസും 201 റൂളുകളും പഠിക്കുവാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കോർ ഏരിയനെ നമ്മൾ എങ്ങനെയൊക്കെ തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, അതുപോലെ എലക്ഷൻ, അങ്ങനെ നമ്മൾ തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓഡിറ്റ്, ഡിസ്പ്യൂട്ട്, അങ്ങനെ തിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ മെമ്പർഷിപ്പ് എന്ന പോർഷനിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, ആ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: In the case of the enrollment of members made by the administrator or the administrative committee, the elected committee has to take a decision within a period of dash from the date of assuming charge by the elected committee. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറിനെ എൻറോൾ ചെയ്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആണ് എങ്കിൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, എലക്ഷനൊക്കെ നടന്നു, പുതിയ കമ്മിറ്റി എന്ത് ചെയ്തു, ചാർജ് എടുത്തിട്ടുണ്ട് അല്ലേ. ആ ചാർജ് എടുത്തതിന് എത്ര ദിവസത്തിനുള്ളിലാണ് ആ ഒരു എൻറോൾമെന്റിനെ കുറിച്ചുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6 months, ഓപ്ഷൻ ബി 2 months, ഓപ്ഷൻ സി 1 year, ഓപ്ഷൻ ഡി 2 year. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1 year ആണ് അല്ലേ. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഒരു മെമ്പറിനെ എൻറോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ പുതിയ ഒരു കമ്മിറ്റി എലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനകം എന്ത് ചെയ്തിരിക്കണം, ആ ഒരു എൻറോൾമെന്റിന്റെ കാര്യത്തിൽ അവർ തീരുമാനം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദി കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഫോർ ദി ഇഷ്യൂ ഓഫ് ഐഡന്റിറ്റി കാർഡ് ഷാൽ ബി അറ്റസ്റ്റഡ് ബൈ. അതായത് നമ്മൾ എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ കൊടുക്കും അല്ലേ. ആ ഫോട്ടോയിൽ അറ്റസ്റ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് not less than 2 committee members. Option B, chief executive and officer authorized by chief executive. Option C, chief executive or officer authorized by chief executive. അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ഓഫീസർ ഓതറൈസ്ഡ് ബൈ കമ്മിറ്റി. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് നോക്കാം. ചീഫ് എക്സിക്യൂട്ടീവ് അല്ല എങ്കിൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദി കമ്മിറ്റി. കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്, കമ്മിറ്റി ഓതറൈസ് ചെയ്തിരിക്കുന്ന ആൾ വേണം എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഫോട്ടോയിൽ അറ്റസ്റ്റ് ചെയ്യുവാനായിട്ട്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് പ്രൈമറി ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് മെൻഷൻഡ്. നമ്മുടെ ആപ്കോസ് ഇല്ലേ, പ്രൈമറി ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിൽ ആക്റ്റീവ് മെമ്പർ ആയിരിക്കുവാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് പറയുന്നത് KCS ആക്ടിന്റെ ഏത് സെക്ഷനിലും ഏത് റൂളിലുമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റൂൾ 16F ആൻഡ് സെക്ഷൻ 16F. റൂള് 16F സെക്ഷൻ 16F പറയുന്നു ഓപ്ഷൻ എ. ഓപ്ഷൻ ബി നോക്കാം. റൂള് 16B സെക്ഷൻ 16F എന്ന് പറയുന്നു. ഓപ്ഷൻ സി റൂള് 16F സെക്ഷൻ 16C. ഓപ്ഷൻ ഡി റൂള് 16F സെക്ഷൻ 16B. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? റൂള് 16F സെക്ഷൻ 16B. റൂള് 16Fലും സെക്ഷൻ 16Bയിലും എന്താണ് പറയുന്നത്? എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് പ്രൈമറി ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ മിൽമ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നില്ലേ, അവിടുത്തെ മെമ്പറായിട്ട് ആക്റ്റീവ് മെമ്പറായിട്ട് തുടരുവാനുള്ള കണ്ടീഷൻസ് പറയുന്നത് KCS ആക്ടിന്റെ റൂള് 16Fലും അതുപോലെ സെക്ഷൻ 16Bയിലുമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ KCS ആക്ട് ആൻഡ് റൂൾസ് വിച്ച് റൂൾസ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദി ഷെയർ നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ ഷെയർ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ഏത് റൂളിലാണ് എന്നാണ് ചോദ്യം. ഏത് റൂളിലാണ്? ഓപ്ഷൻ എ റൂൾ 21, ഓപ്ഷൻ ബി റൂൾ 19, ഓപ്ഷൻ സി റൂൾ 24, ഓപ്ഷൻ ഡി റൂൾ 22. നമ്മുടെ ആൻസർ ഏതാണ്? റൂൾ 22 ആണ് അല്ലേ. ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ്. അപ്പൊ എന്തൊക്കെയാണ് റൂൾ 21 എന്ന് പറയുന്നത്? റൂൾ 21 വാല്യുവേഷൻ ഓഫ് ഷെയർ ഓഫ് ഡിസീസ്ഡ് മെമ്പർ. അതായത് നമ്മുടെ മരിച്ചുപോയ ഒരു മെമ്പറിന്റെ ഷെയർ വാല്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? റൂൾ 21ലാണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? റൂൾ 22 ഷെയർ നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ആണ് അല്ലേ. അപ്പൊ റൂൾ 21 എന്താണ്? വാല്യുവേഷൻ ഓഫ് ഷെയർ ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ.
മരണപ്പെട്ട ഒരു മെമ്പറിന്റെ ഷെയർ വാല്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ് റൂൾ 21 പറയുന്നത്. റൂൾ 19 വോട്ടിങ്ങിനെ കുറിച്ചാണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വോട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് റൂൾ 19. റൂൾ 24 എന്താണ്? റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെന്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. അതായത് നമ്മുടെ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും ഡോക്യുമെന്റ്സ് കിട്ടുവാനുള്ള റൈറ്റ്, അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് റൂൾ 24. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The transfer of a share or interest of a member in the capital of a society shall be subject to such conditions and restrictions as to the maximum holding as are specified in. Restrictions on holding sharesനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21 ഓപ്ഷൻ എ പറയുന്നു, ഓപ്ഷൻ ബി പറയുന്നു സെക്ഷൻ 22, ഓപ്ഷൻ സി സെക്ഷൻ 23, ഓപ്ഷൻ ഡി സെക്ഷൻ 24. KCS ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് റിസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയറിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 22 അല്ലെ? സെക്ഷൻ 22 റിസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 21 എന്താണ്? മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. നമ്മൾ വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? റൂൾ 19 എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഇവിടെ എന്താണ്? മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. വോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21. സെക്ഷൻ 23 എന്താണ്? റിസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓർ ഇൻട്രസ്റ്റ്. അതായത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അതിനുള്ള റിസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 23 പറയുന്നത്. സെക്ഷൻ 24 റിസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷെയർ വിത്ഡ്രോ ചെയ്യുവാനായിട്ട് ഉള്ള റിസ്ട്രിക്ഷൻസ്, അത് എത്ര കാലം കീപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞ എവിടെയാണ്? സെക്ഷൻ 24. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 22 ഒരു റിസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയറിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമുക്കറിയാം CICBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 250 പരം ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പം അതിന് പുതിയൊരു സിലബസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമും നടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കാം, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് എന്താണ്? നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന എല്ലാവരും അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള സമയമാണത്. അപ്ലൈ ചെയ്തവർ എന്ത് ചെയ്യുക? പഠനം തുടങ്ങുക. അപ്പം ഇൻ കേസ് ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? വേഗം തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31 ആയിരിക്കും കേട്ടോ. അപ്പം അതിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പം ഈ ഒരു പുതിയ എക്സാം അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷനിലെ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. നമുക്ക് മുൻപിൽ 250ഓളം വേക്കൻസികളുണ്ട്. അത്യാവശ്യം സമയം പഠിക്കുവാനായിട്ടുള്ള ധാരാളം സമയമുണ്ട്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ എക്സാമിന് 30 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് സിലബസ് വന്നത് അല്ലേ? ആ സിലബസ് നമ്മൾ എന്ത് ചെയ്തു? 30 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിന് പോയി 80-85 മാർക്കൊക്കെ മേടിച്ചത്. ഇനി അപ്പോൾ എന്താണ്? അതൊരു എളുപ്പമുള്ള എക്സാം ആയിരുന്നു. അടുത്ത എക്സാം, രണ്ടാമത്തെ എക്സാമാണ് പുതിയ പാറ്റേണിൽ. അതുകൊണ്ട് തന്നെ അത്ര സിമ്പിളായിട്ട് വരുവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഠനം ഒരു ഇൻഡെപ്ത് ആയിട്ട് നടത്തേണ്ടതുണ്ട്. ബേസ് ലെവൽ മുതലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോവേണ്ടതാണ്. അപ്പോൾ CCയിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തേക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിരിക്കാം? ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അവിടെ ഈ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി എക്സ്പെൽഡ് ഇഫ് ഹി. അതായത് ഏത് സാഹചര്യത്തിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിനെ എക്സ്പെല് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് പ്രൊവിഷൻസ് ഓഫ് ബൈലോ. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ. ഓപ്ഷൻ ബി പറയുന്നു ആക്ട് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ. ഹാവ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു എ ഓർ ബി. എപ്പോഴൊക്കെയാണ് ഒരു മെമ്പറെ എന്ത് ചെയ്യുക? ഡിസ്ക്വാളിഫൈ ചെയ്യുക? ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ബൈലോ. അതായത് നമ്മുടെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തെ എക്സ്പെല് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന്, താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതായിരിക്കും? എയ്തർ എ ഓർ ബി. ഈ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യുവാനായിട്ട് പറ്റും. ദി മെമ്പർഷിപ്പ് ഇൻ 2 ക്രെഡിറ്റ് സൊസൈറ്റി ഷാൽ ബി അഡ്മിറ്റഡ് ആസ് സച്ച് മെമ്പർ ഓൺലി വിത്ത് ദി പ്രീവിയസ് സാങ്ഷൻ റൈറ്റിംഗ് ഓഫ്. നമുക്കറിയാം
എന്താണ് 2 ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഒരുമിച്ച് മെമ്പറായിട്ടിരിക്കുവാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ മെമ്പറായിട്ട് ഇരിക്കണമെങ്കിൽ ആരുടെ പ്രീവിയസ് സാങ്ഷൻ വേണം? അദ്ദേഹം ആരുടെ പ്രീവിയസ് സാങ്ഷൻ ഇൻ റൈറ്റിംഗ് ആണ് വേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു ഗവൺമെന്റ്, ഓപ്ഷൻ ബി സെക്രട്ടറി പറയുന്നു, ഓപ്ഷൻ സി മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. ആരുടെയാണ്? നമുക്കറിയാം ആൻസർ ഏതാണ്. ആരുടെയാണ്? രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷൻ ഇൻ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് 2 ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഒരേ സമയത്ത് മെമ്പറായി തുടരുവാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് എ കമ്മിറ്റി ഡിസൈഡഡ് ടു ബ്രിങ് സച്ച് റെസൊല്യൂഷൻ ടു എക്സ്പെൽ എ മെമ്പർ, ദി കമ്മിറ്റി ഷാൽ a registered notice to the member concerned to furnish his explanation if any within dash days from the date of receipt of notice. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു മെമ്പറെ എന്ത് ചെയ്യുന്നു, എക്സ്പെല് ചെയ്യുവാനായിട്ടുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നോട്ടീസ് വഴി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഈ ഒരു കാര്യം അറിയിക്കൂലേ. അപ്പം ആ ഒരു കേസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും വിശദീകരണങ്ങൾ പറയുവാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കും. ആ സമയം എത്ര ദിവസമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 7 days, ഓപ്ഷൻ ബി 15 days, ഓപ്ഷൻ സി 21 days, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 15 ദിവസമാണ്. അതിന്റെ ആ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? അദ്ദേഹത്തിന് എന്തെങ്കിലും മതിയായ കാരണങ്ങൾ, മതിയായ എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുവാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്ന ചോദ്യം. നമുക്കറിയാം നമ്മളിപ്പം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും CSEB എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്തേക്കുക? ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്